ബേപ്പൂർ തുറമുഖത്തെ 60 കോടി രൂപ ചെലവ് വരുന്ന ഡ്രഡ്ജിങ്, 90 കോടി രൂപ ചെലവ് വരുന്ന അധിക വാർപ്പിൻ്റെ നിർമ്മാണം, കൊല്ലം തുറമുഖത്തെ 190 കോടി രൂപ ചെലവ് വരുന്ന ഫ്ലോട്ടിംഗ് ട്രൈഡോക്ക്, 90 കോടി വരുന്ന വാർപ്പിൻ്റെ നിർമ്മാണം, 110.33 കോടി വരുന്ന ഡ്രഡ്ജിങ്, 20 കോടി രൂപ വരുന്ന വലിയതുറ തലശ്ശേരി കടൽപ്പാലങ്ങളുടെ നവീകരണം, 20.23 കോടി രൂപ ചെലവ് വരുന്ന പൊന്നാനി തുറമുഖത്തെ വാർപ്പിൻ്റെ നിർമ്മാണം എന്നീ പദ്ധതികൾ മുൻഗണനാ ക്രമത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. തുറമുഖ പശ്ചാത്തല വികസനത്തിന് പ്ലാൻ വിഹിതത്തിന് പുറമെ 50 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. സർ, ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾക്കായിട്ട് 115 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് 115.20 കോടി രൂപയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. സർ, നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിനായി സംസ്ഥാന പദ്ധതി വിഹിതമായും കേന്ദ്ര പദ്ധതിയായ സാഗർമാലയിൽ നിന്ന് തുക ലഭ്യമാക്കുന്നതിനും 65 കോടി രൂപ വകയിരുത്തുന്നു. ഇത് നടപ്പ് വർഷത്തെ വിഹിതത്തേക്കാൾ 19.8 കോടി രൂപ അധികമാണ്. സർ, തിരുവനന്തപുരത്തെ ഔട്ടർ റിംഗ് റോഡ്, എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എന്നീ ദേശീയപാതകൾക്ക് മാത്രമായി 2370 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് കേരളം ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്കും വ്യാപാര മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്ന വയനാട് തുരങ്കപാതയ്ക്കായിട്ട് 2134 കോടി രൂപയാണ് നമ്മൾ സംസ്ഥാനം മാറ്റിവെക്കുന്നത്. സർ, സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള 29,522 കിലോമീറ്റർ റോഡിൽ 17,483 കോടി BMC നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. സർ, പൊതുമരാമത്തിൻ്റെ വിവിധ സംസ്ഥാന പാതകൾ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല. പിന്നെ ഇത് എല്ലാ പ്ലാനിനകത്തുള്ള എല്ലാം ഓരോന്നും വായിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു ഞാൻ. സാർ, സംസ്ഥാനത്ത് DSR പുതുക്കി നിശ്ചയിക്കുന്നു. സാർ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ റേറ്റുകൾ 2018 DSRൽ നിന്നും 2021 ഷെഡ്യൂളിലേക്ക് അടിയന്തരമായിട്ട് പുതുക്കി നിശ്ചയിക്കും എന്നുള്ളത് പിന്നെ ഇവിടെ അറിയിക്കുകയാണ്. സാർ, ശബരിമല റോഡ് പദ്ധതി കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ 5 നഗരങ്ങളിലെ പ്രധാനപ്പെട്ട പദ്ധതി. അത് കിഫ്ബി സഹായത്തോടെ 48 പദ്ധതികൾക്കായി 5207.43 കോടിയുടെ അനുമതി ലഭ്യമാക്കി ഓരോ ഘട്ടമായി വികസിച്ച് വരികയാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വായിക്കുന്നില്ല, വായിച്ചായിട്ട് കണക്കാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാർ, പൊതുമരാമത്ത് വകുപ്പിലെ പാലങ്ങളുടെ വളരെ ഡീറ്റെയിൽസ് ഉണ്ട്. സംസ്ഥാനത്ത് ദേശീയപാതകൾക്കായിട്ട് 508.5 കോടി രൂപയ്ക്ക് 403 കിലോമീറ്റർ ദൈർഘ്യമുള്ള 30 റോഡുകൾ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട്. റോഡ് ഗതാഗത മേഖലയ്ക്ക് 198.84 കോടി രൂപ വകയിരുത്തുന്നു. ഇത് അതുപോലെ അടുത്തത് KSRTC ആണ്. സാർ, KSRTCക്ക് 2011-16 കാലയളവിൽ KSRTCക്ക് 1220.82 കോടി രൂപയാണ് അനുവദിച്ചെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ 2016-21 കാലയളവിൽ 4923.58 കോടി രൂപ അനുവദിച്ചു. അതായത് 4 ഇരട്ടി കൂടുതൽ അനുവദിച്ചു. തുടർഭരണം കിട്ടി ഈ സർക്കാർ ഭരണത്തിലേറി നാളിതുവരെ 6864.22 കോടി രൂപ KSRTCക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇത് 2011-16 കാലയളവിനേക്കാൾ 5.6 മടങ്ങും 2016-21 കാലയളവിനേക്കാൾ 1.4 മടങ്ങും അധികമാണ്. 2016 കാലയളവ് മുതൽ KSRTCക്ക് 11,787.8 കോടി രൂപയാണ് ഈ രണ്ട് LDF സർക്കാരുകളുടെ കാലയളവിൽ നൽകിയിട്ടുള്ളത്. സർ, KSRTCക്ക് അടിസ്ഥാന സൗകര്യ വികസനം, ഡിപ്പോകളും വർക്ക്ഷോപ്പുകളുടെ ആധുനികവൽക്കരണം, ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വികസന പദ്ധതിക്കായിട്ട് ഈ സർക്കാരിൻ്റെ കാലയളവിൽ 178.96 കോടി വെച്ചിട്ടുണ്ട്. സർ, 2024 ആരംഭത്തിലുണ്ടായിരുന്ന ദിവസേനയുള്ള ഓഫ് റോഡ് ബസ്സുകളുടെ എണ്ണം 900-ൽ നിന്നും 500-ൽ താഴെയാക്കി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർ, പഴയ ബസ്സുകൾക്ക് പകരം ആധുനിക ഡീസൽ BS6 ബസ്സുകൾ വാങ്ങുന്നതിനായി 107 കോടി രൂപ വകയിരുത്തുന്നു KSRTCക്ക്. സർ, ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണിയിൽ KSRTC ഡിപ്പോ പ്രവർത്തനക്ഷമമാക്കി ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് ഈ വർഷം തന്നെ ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. സമയത്തിൻ്റെ ഇനിയും സർ, ഹൈഡ്രജൻ ഇന്ധന വാഹനങ്ങൾ പൈലറ്റ് ചെയ്യുന്നതിനും ഇലക്ട്രിക് വാഹനങ്ങളെ ജനപ്രിയമാക്കുന്നതിനും ഹരിത ഗതാഗത സംരംഭങ്ങൾ നിറവേറ്റുന്നതിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മൊബിലിറ്റി പ്രൊമോഷൻ ഫണ്ടിന് 8.56 കോടി രൂപ വകയിരുത്തുന്നു. പാലക്കാട് ചിറ്റൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉൾനാടൻ ജലഗതാഗത വികസനത്തിനായി 133.02 കോടി രൂപ വകയിരുത്തുന്നു. ഇന്ധനക്ഷമതയുള്ള ബോട്ടുകൾ വാങ്ങുന്നതിനും കടത്ത സർവീസുകൾ വിപുലീകരിക്കുന്നതിനായി 25.11 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ഉദ്ഘാടന നാവിഗേഷൻ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 95.27 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂർ വിമാനത്താവളം സർ, ഭൂമി ഏറ്റെടുക്കുന്നതിനുൾപ്പെടെ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം
526.63 കോടി രൂപ ധനസഹായം നൽകിയിട്ടുണ്ട്. 2025-26 കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 75.51 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നു. സർ, 25-26 സാമ്പത്തിക വർഷം കൊച്ചി മെട്രോയ്ക്ക് 289 കോടി രൂപ ലഭ്യമാക്കുന്നതാണ്. കൊച്ചി മെട്രോ ഫേസ് 2 പദ്ധതി തയ്യാറാക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നു. കൊച്ചിയിലെ സംയോജിത ജലഗതാഗതത്തിൻ്റെ EAP ഘടകമായ 159.60 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടിയന്തര സാഹചര്യങ്ങൾ നേടുന്നതിനും വിനോദസഞ്ചാരത്തിനുമായിട്ടുള്ള ഹെലിപ്പോർട്ടുകളും ഹെലിപ്പാഡുകളും വികസിപ്പിക്കുന്നതിന് 10 കോടി രൂപ വെക്കുന്നു.